വടക്കൻ കേരളത്തിൽ പാതിവില തട്ടിപ്പിൽ വ്യാപക പരാതികൾ. കണ്ണൂർ ജില്ലയിൽ മാത്രം പരാതികളുടെ എണ്ണം 2800 കടന്നു. വയനാട്ടിൽ മാത്രം 20 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് കണ്ടെത്തൽ. അതിനിടെ പാലക്കാട് നിന്ന് പിരിച്ചെടുത്ത പണം തിരിച്ചു നൽകുമെന്ന് സീഡ് സൊസൈറ്റിയുടെ ഗ്രൂപ്പിൽ സന്ദേശമെത്തി. കാസർഗോഡ് ജില്ലയിൽ നടന്ന തട്ടിപ്പ് കേന്ദ്രീകരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. കണ്ണൂരിലെ മയ്യിൽ പോലീസ് സ്റ്റേഷനിൽ മാത്രം 644 പരാതികൾ ലഭിച്ചു. സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചായിരുന്നു ജില്ലയിലെ ഭൂരിഭാഗം തട്ടിപ്പും. ജില്ലയിലെ സീഡ് സൊസൈറ്റി കോർഡിനേറ്റർമാർക്കെതിരെയും പോലീസ് കേസെടുത്തു. നാഷണൽ NGO കോൺഫറേഷൻ വഴി ഫെസിലിറ്റേറ്റിംഗ് ചാർജ് ഇനത്തിലും പണം പിരിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പ്രതി അനന്തുകൃഷ്ണനും KN ആനന്ദകുമാറും വഞ്ചിച്ചെന്ന് ചൂണ്ടിക്കാട്ടി വയനാട്ടിലും പരാതി പ്രവാഹം. ജില്ലയിൽ 2000-ഓളം ആളുകളിൽ നിന്നായി 20 കോടി തട്ടിയെടുത്തെന്നാണ് പ്രാഥമിക നിഗമനം. ഇതുവരെ 366 പരാതികൾ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി, കമ്പളക്കാട് തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിലായി ലഭിച്ചു. പാലക്കാട്, കൊല്ലങ്കോട് മാത്രം 290 പേരാണ് തട്ടിപ്പിനിരയായത്. ഇതിനിടെ സീഡ് സൊസൈറ്റിയുടെ കൊല്ലങ്കോട്ടെ ഗ്രൂപ്പിൽ പണം മടക്കി നൽകുമെന്ന സന്ദേശവുമെത്തി. കാസർഗോഡ് കുമ്പടാജി പഞ്ചായത്തിലെ മൈത്രി വായനശാല കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. 33 ലക്ഷം രൂപയാണ് അനന്തുകൃഷ്ണന്റെ പ്രൊഫഷണൽ ഇന്നോവേഷൻ സർവീസസ്, ഗ്രാസ് റൂട്ട് ഇമ്പാക്ട് ഫൗണ്ടേഷൻ എന്നീ സംഘടനകളുടെ അക്കൗണ്ടിലേക്ക് വായനശാലയുടെ അക്കൗണ്ട് വഴി കൈമാറ്റം ചെയ്യപ്പെട്ടത്. അതിനിടെ തട്ടിപ്പിനിരയായവർ വടക്കൻ പറവൂർ കോടതി പരിസരത്ത് ഒത്തുചേർന്നു. തട്ടിപ്പിനെതിരെ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനാണ് പരാതിക്കാരുടെ നീക്കം. വിവിധ ജില്ലകൾക്കൊപ്പം 24 കാസർഗോഡ്.